പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളിൽ ഭൂരിഭാഗം ലോകരാജ്യങ്ങളും തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. ബ്രിട്ടനെ പോലെ ഒരു കൂട്ട് US-നെയും ഇസ്രായേലിനെയും പിന്തുണയ്ക്കുമ്പോൾ റഷ്യയും ചൈനയും ഇറാന് ഒപ്പമാണ് നിലകൊള്ളുന്നത്. എന്നാൽ ഇന്ത്യ വിഷയത്തിൽ നിഷ്പക്ഷ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. സംഘർഷം മുറുകുന്ന സാഹചര്യത്തിൽ നിർണായക ശക്തികൾ ഏതൊക്കെ ചേരിയിലാണ് എന്ന് പരിശോധിക്കാം. മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന സംഘർഷങ്ങളിൽ ലോകരാജ്യങ്ങൾ നിലവിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ അത് നിർണായകം തന്നെയാണ്. കാര്യം ഈ യുദ്ധം അവസാനിപ്പിക്കാനും വേണ്ടി വന്നാൽ അത് എസ്കലേറ്റ് ചെയ്യാനും ഈ നിലപാടുകൾക്ക് പ്രത്യേകം ഒരു വലിയ സ്വാധീനം തന്നെ അതിന് വരുത്താൻ സാധിക്കും. ആദ്യം നമുക്ക് നമ്മുടെ ഇന്ത്യ എടുത്ത നിലപാട് വെച്ച് തന്നെ നോക്കാം. യുദ്ധത്തെ അപലപിക്കുന്നു എന്നുള്ള നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ളത്. അതായത് ഈ യുദ്ധത്തിൽ പങ്കുചേർന്നിട്ടുള്ള 3 കക്ഷികളെയും തള്ളിക്കളയുന്ന നിലപാട് തന്നെ ഇന്ത്യ സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പക്ഷം ചേരാത്ത സമീപനം, ആരുടെയും പക്ഷം ചേരാതെ ഒരു നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതും നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ GCC രാജ്യങ്ങൾക്ക് ഒരു പിന്തുണ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ എല്ലാ GCC രാഷ്ട്രത്തലവന്മാരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി 48 മണിക്കൂറിനകം വിളിച്ച് സംസാരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്നാൽ ഇതിലുള്ള ഒരു ആക്ഷേപം എന്ന് പറയുന്നത് അത് പ്രധാനമായിട്ടും ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ തന്നെയാണ് ഇത്തരമൊരു ആക്ഷേപം ഉന്നയിച്ചത്. അതായത് UAE-യിൽ ഇറാൻ ആക്രമണം നടത്തിയപ്പോൾ ഇന്ത്യ ആ ആക്രമണത്തെ, UAE-യിൽ നടന്നിട്ടുള്ള ആക്രമണത്തെ ഇന്ത്യ നേരിട്ട് അപലപിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇറാനിൽ US-ഉം ഇസ്രായേലും നടത്തിയിട്ടുള്ള സംയുക്ത ആക്രമണങ്ങളിൽ ഇന്ത്യ യാതൊരു പരാമർശവും നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് പക്ഷാപാതപരമാണ്, ഇറാനെ തള്ളുന്നൊരു നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചത്. ഇത് നയതന്ത്രപരമായി ഇന്ത്യക്ക് വലിയ തിരിച്ചടികൾ ഉണ്ടാക്കും എന്നുള്ളതെല്ലാം പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളാണ്. ചൈനയുടെ നിലപാടെന്ന് പറയുന്നത് അവർ പൂർണ്ണമായിട്ടും ഇസ്രായേലിന്റെയും US-ന്റെയും ആക്രമണങ്ങളെ അപലപിക്കുകയാണ് ചെയ്തത്. ഇറാന് പൂർണ്ണമായിട്ടുള്ള ഒരു പിന്തുണയും അവർ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇറാന് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ടെന്നും കൂടി ചൈന കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇതിലൂടെ ഇറാന്റെ ആക്രമണങ്ങളെ അവർ ഒരു പരിധിവരെ ന്യായീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പൊതുവെ ഒരു നിഷ്പക്ഷ നിലപാട് തന്നെയാണ് ബ്രിട്ടൻ സ്വീകരിക്കുന്നത്. പക്ഷേ ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നതിന് പൂർണ്ണമായിട്ടും ബ്രിട്ടൻ എതിരാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ US-ന് UK-യുടെ സൈനിക ബേസുകൾ ഉപയോഗിക്കാൻ വേണ്ടി അവർ അനുമതി നൽകിയിട്ടുണ്ട്.